ഇപ്പൊ വെയിറ്റ് ചെയ്ത് പോരാഞ്ഞിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണം. പട്ടി വെയിറ്റ് ചെയ്യും. ഇത് രണ്ടും ബീഫാണ്. നീ കൊണ്ടുവച്ചതാ? ഓർമ്മയില്ലടാ, ഞാൻ കൊണ്ട് വെച്ചപ്പം. ഞാൻ ഇതാ കൊണ്ടുവച്ചത്. അതെന്താ? ഇത് ബീഫാണ്. അത് ബീഫ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ബീഫും ഇത് രണ്ടും ചിക്കൻ. അടി ഉണ്ടാക്കിയിട്ട്
എന്തായി അനിലൈക്കനയുടെ ശുപാർശ കിട്ടും. ബുദ്ധിമുട്ടാ ആണോ? ഫ്രൈഡ് റൈസിന് ഇത് വേണ്ടി വരുന്നു തോന്നുന്നുണ്ട്. നോക്കാൻ പറ്റും. സാധാരണ സ്റ്റാറ്റസ് ചെയ്തിട്ട് അതൊന്നും അറിയില്ല. അടിപൊളി. മുതലാളിക്കാർക്ക് തല്ലി പോയി. വിശന്ന് കഴിഞ്ഞാൽ അവന് കണ്ണ് കാണാൻ പറ്റത്തില്ല കേട്ടോ. നല്ലോണം വിശക്കണം. വേറൊരുത്തരും കൂടെ കൂടെ പോയി നിന്നുണ്ട്. നീരജാണോ? ആ അടിപൊളി. പെരുന്നാളും വെള്ളിയാഴ്ച കൂടെ ഒരുമിച്ചാ. വിധി വൈപരീത്യമല്ല, എന്താ പറയാ. കർണാടകത്തിന് ജീവനുണ്ട് ഭാഗ്യം. അവരിന്ന് തുടങ്ങിയല്ലോടാ കട. അവരെത്ര പ്രതീക്ഷിച്ചു. അല്ല ശരിയാട്ടോ, ഇന്ന് തുടങ്ങിയല്ലോ. ഇന്ന് തന്നെ ഇരുന്ന് തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ എന്താവൂലേ? ചേട്ടൻ തോറ്റ തോറ്റ തോറ്റ് തോറ്റ് തോറ്റ്. ഇപ്പൊ തരാം പറഞ്ഞു. പിന്നെ ഇത് ആരുടെ പേരിട്ടേക്കുന്നേ? ഇപ്പൊ തരാം പറഞ്ഞു. പിന്നെ തരാം. ഇത് മറ്റേ ലൈനാന്ന് തോന്നുന്നുണ്ട്. നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റന്നാൾ ഇവിടെ തന്നെ തണുപ്പുണ്ട്. അത് കുഴപ്പമില്ല. പപ്പടത്തിന് ജീവനുണ്ട് ഭാഗ്യം. ജീവൻ കൊടുക്കും. നമ്മളാ 3 പേരും കൂടെ എന്ത് ചെയ്യാൻ പോവാ നോക്കിക്കോ. ആണോ? വളരെ സന്തോഷം. ഞാനുണ്ടായിരുന്നപ്പോൾ 4 പേര്. എല്ലിലേക്ക് നോക്കിയിരിക്കുന്ന പട്ടീനൊക്കെ പറഞ്ഞു. ചിക്കൻ ബിരിയാണി പറഞ്ഞാൽ മതിയായിരുന്നു. നല്ല 8 ചിക്കൻ ബിരിയാണി വന്നത്. 4 ഫ്രൈഡ് റൈസ് പറഞ്ഞേക്കുന്നത്, 2 അല്ല 4. അതെനിക്കറിയാം. ഇവിടുന്ന് വെജ് ഫ്രൈഡ് റൈസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ചിക്കനാക്കി തിരിച്ചുകൊണ്ട് അതിപ്പോൾ എല്ലായിടത്തും അത് തന്നെയാണല്ലോ ഓപ്പറേഷൻ. ബാംഗ്ലൂരതാണല്ലോ വർക്കിന് പ്രിൻസിപ്പളാണല്ലോ. കഴിച്ചാൽ ഞാൻ ഈ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചോളൂ, കടത്തിന് അന്ന് തന്നെ ഇത് തല്ലിപ്പൊളിച്ചു. ഒരാൾ തല്ലിപ്പൊളിച്ചു. ഭയങ്കര ശാന്തമായിട്ട് ശാന്തമായിട്ട് പറയാൻ സാധ്യത ഉണ്ടായിരുന്നു നീ ആള്. അതുകൊണ്ടാണല്ലോ നീ പോലെ വിശപ്പ് ഉള്ളത് മാത്രമല്ല പ്രശ്നം. ഇത് വട്ടം നിൽക്കും. ഇത് ഫ്രണ്ടിൽ ഇരിക്കണ പ്രശ്നം. ഇവിടെ ഇത്രയില്ലല്ലോ, അവിടെ അതിലും കൂടുതൽ ഇരിപ്പുണ്ടല്ലോ. അതല്ല അവരുടെ മറ്റേ കട്ടറ മേടിച്ചു. അതെ ചേട്ടാ, ഒന്ന് ആ സ്പൂണൊന്നും എന്താ പരിപാടി? ഈശ്വര ഭഗവാനെ, 2 ചില്ലി ചിക്കൻ ആണോ ഇരിപ്പുണ്ടായിരുന്നു. അതെന്തിനാണോ? കേരള പുല്ലേ വേന്ന്. അവരിതൊക്കെ അറിഞ്ഞു. അതിന് ഇനോഗ്രേഷൻ അല്ലേ, എന്ത് തിരക്കുണ്ടാവില്ല അതൊക്കെ പറഞ്ഞ് സ്റ്റാഫിനെ പുറത്തൊക്കെ എടുത്തു. എല്ലാം കൊണ്ട് ഇടിയായി. അവിടെ വല്ല പാത്രം വേണോ ഒച്ചയും കേൾക്കണമെങ്കിൽ ഇറങ്ങി ഓടിക്കണോട്ടോ. നല്ല കൊട്ടേഷനായി. ഞങ്ങളൊരു മണിക്കൂറിന് എന്താ വേണമെന്ന് അറിയില്ല. മണിക്കൂറിന് 10 ബില്ലുകളുള്ള കാവാലികന്മാരാണ്.
ചില ദിവസങ്ങളിൽ അത് $200 ആവാറുണ്ട്. കാരണം ഒരു മാസത്തെ പണി ഒറ്റ ദിവസം അതേത് മാസം യെസ് വരണം. അറിയാതെ ആണെങ്കിലും ആ 4 ദിവസത്തെ പണി തീർത്തത് നന്നായിട്ടോ. എന്തേ വേറെ പണിയെല്ലാം വരുന്നുണ്ടോ? ഈ സ്പ്രിന്റ് വായിച്ചു നോക്കിട്ടെ തീരുമെന്ന് തോന്നുന്നില്ലേ? ചെറുതായിട്ട് തലക്കൊരു അടി കിട്ടിയ അവസ്ഥയായിട്ടുണ്ട്. നമുക്ക് ഇരിക്കാം, കുറച്ചധികം പണികളുണ്ട്. പണി എന്ന് വെച്ചാൽ യൂയാണ് കുറേയൊക്കെ കുഴപ്പമില്ല, പക്ഷെ പണി ഉണ്ടാവുമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. പണി എപ്പോൾ പണിയിലാണ് അതാണ് വന്നല്ലോ. നമ്മുടെ മുതലാളിയുടെ ദോസ്ത് രാജീവൻ വന്നല്ലോ. ഇപ്പം അരുൺ രാജീവൻ പുള്ളിയാണ് ഇൻഫോ പാർക്കിൻ്റെ പുള്ളിയാണ് നമ്മുടെ ഉള്ളി. ഇപ്പം മുതലാളിയെ കേട്ടിട്ട് മലയാളിയോട് മനസ്സിലാക്കി ഇരിക്കും. പുള്ളി ടാഗ് കണ്ട അപ്പോൾ ചോദിക്കും. ഞാനും മാത്രമാണ് അപ്പോൾ സൈബർ ഡോമിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ടാഗ് കണ്ടിട്ട് ഇവിടെ ആരോ ഭക്ഷണം കൊടുക്കുന്നില്ല. അബി നമുക്ക് സാറ്റർഡേ സൺഡേ ക്ലാൻ വെച്ച് ഗെയിം വയ്ക്കാം. എടാ ബാക്കിയുള്ള ദിവസം അടിപൊളിയാണ് ബ്രോ. വേറെ ആരൊക്കെ വരും, അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നലെ കളിച്ചിട്ട്. കാരണം സംഭവം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. വർത്താനം പറയാം ഉണ്ട്. എനിക്ക് മറ്റേ എംഎൻഎല്ലിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഫയർ സ്റ്റിക്കിലേക്കും പെയർ ചെയ്തിട്ടുണ്ട്, ഫോണിലേക്കും പെയർ ചെയ്തിട്ടുണ്ട്. ഏതിലാ പ്ലേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോണിൽ കോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫയർ സ്റ്റിക്ക് പോസ് ആവിടാം, വീഡിയോ പോസ് ആവും. ചേട്ടാ ഇതെങ്ങനെ കിട്ടും? മുതലാളി ഈ ചതി ശത്രുക്കളോട് പോലും ചെയ്യരുത് മുതലാളി. പുല്ല് വിശപ്പ് കിട്ടുമല്ലോ ഇത്. സത്യം. സരി 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 സരിക 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 ലിങ്ങവാ ലിങ്ങവാ. നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയപ്പോഴേക്കും തിരിച്ചെടുത്തിട്ട് പാത്രമൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നീരജൊക്കെ വലിച്ചെറിഞ്ഞിട്ടൊരു പോക്കുണ്ട്. തന്നോ? ഇനിയിപ്പോ തിരിച്ചൊക്കെ വരാനുണ്ടല്ലോ. അതിനിപ്പോ അതിനൊരു അരമണിക്കൂർ മുഖ്യമന്ത്രിയുടെ ശുപാർശക്കത്തിന് വേണ്ടിട്ടോ മുഖ്യമന്ത്രി ഇക്കടെ സൈഡിലോട്ട് ഫ്രൈഡ് റൈസിന് ക്വാണ്ടിറ്റി ഉണ്ടോ? ഒരെണ്ണം എടുത്താൽ കമത്ത് എല്ലാ പ്ലേറ്റും ഒരുമിച്ച് അങ്ങോട്ട് വെക്കുക. ഒരു പ്ലേറ്റ് വേണ്ടി വരും കേട്ടോ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്ലേറ്റ് വേണ്ടി വരും. ഇതിനകത്ത് മിസ് ചെയ്യണ വേറെ കാര്യമുണ്ട്, ഫോൺ. പിന്നെ കാര്യം കിട്ടാൻ ഫോൺ അത് ഇല്ലായിരുന്നു എന്ന് സ്പൂൺ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടോ? അതോടെ ഇനി അത് ചോദിക്കാൻ പോയിട്ട് നീ 1 മണിക്കൂർ അതിനെടുക്കും. എന്തിനാണ് വെറുതെ കിട്ടുന്ന വരുത്തിട്ട് പോയപ്പോരെ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഉണ്ടോ പോടാ ചുമ്മാ. കുറച്ച് കുരുമുളക് ഉണ്ട്, അത്രേ ഉള്ളൂ. അതാ ഫ്രൈഡ് റൈസ് ഒന്ന് എഴുതി വെക്കണം. സത്യം കുറച്ച് കുരുമുളക് കിട്ടണമെന്നുള്ള നിങ്ങളുടെ പാത്രത്തിൻ്റെ ആണ്. വെക്കണ്ടല്ലേ നന്നായിട്ട്. അതെ അതെ നല്ലോണം വെക്കണല്ലേ, ഇഷ്ടപ്പെടും. അല്ല ബാബാ 1 മണിയാകുമ്പോൾ വന്നിരിക്കണേണ്, അത് ഈ മണത്തിൻ്റെ മുമ്പിൽ നല്ലോണം വെച്ചിക്കണുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാണ്. നീ തന്നെ ചോദിക്കണം. ഞാൻ കേട്ടല്ലോ. കോഴിനെ പിടിക്കണം. അവിടെ ഒന്ന് എന്നാടാ
അല്ല അത് മോശമായിക്കോട്ടോ. മോശമായത് അവൻ അറിഞ്ഞിട്ടില്ല. എന്താ ഒരു ആഭ്യന്തര ചർച്ച നടത്തുമായിരുന്നു. സ്പീഡ് ബൂസ്റ്റ് വേണ്ടാ, പെട്ടെന്ന് പെട്രോൾ തീരും. പെട്ടെന്ന് പെട്രോൾ വരും. ആ കാര്യമായിട്ട് അതെന്താ സംഭവിക്കണേന്ന് നോക്കട്ടെ. എടാ സ്പീഡ് ഇച്ചിരി കൂടും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല. വലിയ കാര്യമായിട്ട് സ്പീഡ് കൂടും, പെട്ടെന്ന് പെട്രോൾ വരും, വേറെ ഒന്നും ഇല്ല. അപ്പോൾ വേറെ പെട്രോൾ അടിക്കണം. അത് നമ്മൾ പോയി ക്യാൻ തപ്പിക്കൊണ്ടു അല്ല വേറെ വണ്ടി എടുക്കണം. അതൊക്കെ ശോകമാണ്. എടാ വണ്ടിയൊന്നും അല്ല, പക്ഷെ വേറെ വണ്ടിയിൽ നിങ്ങളെ പ്രശ്നം, വണ്ടി ഇല്ലാതെ പുറത്തിറങ്ങി നടന്നുള്ള കുഴപ്പമെന്ന് അറിയോ? വെടിയുള്ളൂന്ന് മാത്രമല്ല, മറ്റുള്ളവന്മാർ വണ്ടി കയറ്റി കൊല്ലും നമ്മൾ, പെട്ടെന്ന് ചാവും. മുതലാളി ആ വഴിക്ക് പോയി. എത്ര നേരം വർഷത്തിന് മുമ്പിൽ ചുമ്മാ നോക്കിയിരിക്കുന്നു. എന്ത് ഉദ്ദേശിക്കണം? അവനെ വണ്ടിയേറ്റ് കൊല്ലാനോ? അതല്ലേ അവനെ വണ്ടി കയറ്റി കൊല്ലാൻ പോയി. വണ്ടി മരത്തിന് ലോക്കായി പോയി. ലോക്കായിട്ട് കുറെ വെട്ടി വിട്ടു. ഓ ഞങ്ങൾ രണ്ടുപേർക്കും ലൈഫ്. ചത്ത്. Dead man dead. നല്ല സുഖ വന്ന് ഇത്ര നല്ല സുഖ